Hello everyone, this is Jinsi, registered nurse with Apex RN Prep. In this video, I will be going over diabetic ketoacidosis, otherwise known as DKA. What is diabetic ketoacidosis? It is a more serious complication of diabetes that can be life-threatening. Diabetic ketoacidosis is more commonly seen in type 1 diabetes mellitus patient, where the blood sugar can be more than 250 mg per dl. അപ്പം ഡയബറ്റിക് കീറ്റോസിഡോസിസ് എന്ന് പറയുന്നത് ഡയബറ്റീസിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ്. അത് ലൈഫ് ത്രെറ്റനിങ് ആണ്. അത് വളരെ എമർജൻസി ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. പെട്ടെന്ന് നമ്മൾ ഇൻ്റർവെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ ഇത് ടൈപ്പ് 1 ഡയബറ്റീസ് പേഷ്യൻസിലാണ് DKA കാണുന്നത്. ഇവിടെ ബ്ലഡ് ഷുഗർ 250-ലും കൂടുതലായിരിക്കും. നമുക്കറിയാം നോർമൽ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് 70 to 110 ആണ്. പക്ഷേ ഡയബറ്റിക് കീറ്റോസിഡോസിസിൽ ബ്ലഡ് ഷുഗർ 250-ലും കൂടുതലായിരിക്കും. What are the causes for diabetic ketoacidosis? Mainly ഇൻസുലിൻ റോങ് ഡോസ് എടുക്കുന്നത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇഫ് ദേ സ്കിപ്പ് ഇൻസുലിൻ ഡോസ്, ഇൻസുലിൻ എടുക്കാൻ മറക്കുകയാണ്, അല്ലെങ്കിൽ ഡോസ് കുറച്ചെടുക്കുകയാണ്, ഇനഫായിട്ട് ഇൻസുലിൻ എടുത്തില്ല. അല്ലെങ്കിൽ സെക്കൻഡ് കോസ് എന്ന് പറയുന്നത് എന്തെങ്കിലും റീസെൻ്റ് ആയിട്ടുള്ള വൈറൽ ഇൻഫെക്ഷൻ, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ കൊണ്ട് ഡയബറ്റിക് കീറ്റോസിഡോസിസ് സംഭവിക്കാം. So what are the management for diabetic ketoacidosis? IV fluid resuscitation. നമുക്കറിയാം പേഷ്യൻ്റ് ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആണ്, ഹൈപ്പോവൊളീമിക് ആണ്. അപ്പോൾ അത് നമ്മൾ ആദ്യമേ ട്രീറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ IV ഫ്ലൂയിഡാണ് ആദ്യമേ കൊടുക്കുന്നത്. അതിനുശേഷം പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ഷുഗർ ഒരുപാട് ഹൈ ആണ്. DKAയിൽ ഡയബറ്റിക് കീറ്റോസിഡോസിസിൽ ബ്ലഡ് ഷുഗർ 250-ലും കൂടുതലാണ് അല്ലേ. അപ്പോൾ ഹൈപ്പർ ഗ്ലൈസീമിക് ആണ്. അപ്പോൾ അത് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ സാധാരണ സബ്ക്യൂ ഇൻസുലിൻ അല്ല കൊടുക്കുന്നത്, നമ്മളിവിടെ IV ഇൻസുലിൻ ആണ് കൊടുക്കുന്നത്. So because we are giving IV insulin, we need to monitor hourly blood sugar. അപ്പോൾ എല്ലാ അവറിലും നമ്മൾ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യണം, മോണിറ്റർ ചെയ്യണം. അതുപോലെ തന്നെ ഇവർ അസിഡോസിസ് ഉണ്ട്, ഇവരുടെ അസിഡോസിസ് വേഴ്സണിങ് ആവുന്നുണ്ടോ അതോ ബെറ്റർ ആകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ABG ചെക്ക് ചെയ്യണം, ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസസ്. ഓക്കെ. പിന്നീട് ഇവരുടെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസസ് ഉണ്ടായിരിക്കും, പൊട്ടാസ്യം, എസ്പെഷ്യലി പൊട്ടാസ്യം. അപ്പം നമ്മൾ ഇലക്ട്രോലൈറ്റ് മോണിറ്റർ ചെയ്യണം. അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് പൊട്ടാസ്യം കൂടിയും കുറേയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാർഡിയക് ഡിസ്ട്രോത്തമിയാസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അവരെ കാർഡിയക് മോണിറ്ററിൽ ഇടണം. സോ ഹാർട്ട് റിതം നമ്മൾ മോണിറ്റർ ചെയ്യണം, അതുകൊണ്ട് കാർഡിയക് മോണിറ്റർ വാച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഇവരുടെ ഇലക്ട്രോലൈറ്റ്സ് നമ്മൾ മോണിറ്റർ ചെയ്യണം. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ഇൻ്റർവെൻഷൻസ്. So that's a little bit about diabetic ketoacidosis, and I hope this video will help you guys. Please join in our live NCLEX review course, and thank you for watching. Bye-bye.